ഏവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ ഉണരുന്ന ഒരു ദിവസമാണ് പെസഹ വ്യാഴം, പെസഹ തിരുനാൾ. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നു. ഒപ്പം പൗരോഹിത്യ സ്ഥാപന ദിനം കൂടിയാണ് ഇന്ന്. അതിനോടൊപ്പം തന്നെ ഈശോ വിനയത്തിൻ്റെ മാതൃകയായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും നമ്മൾ അനുസ്മരിക്കുന്നു. ഈ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തു പറഞ്ഞാലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും പ്രത്യേകതയും ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? അത് തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എന്നും അവരോടൊപ്പം ആയിരിക്കാനുള്ള ഈശോയുടെ കൊതി കൊണ്ടാണ്. അത് തന്നെയാണ് വിശുദ്ധ കുർബാന സ്ഥാപനത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നിത്യ സാന്നിധ്യമായി മാറാൻ ഈശോ തൻ്റെ ജീവിതം തന്നെ ബലിയായി നൽകി. വിശുദ്ധ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. ത്യാഗമായി മാറുക, കാഴ്ചയായി അർപ്പിക്കുക. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വയം മുറിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഇന്നേ ദിനം വിശുദ്ധ കുർബാന അർപ്പണത്തെപ്പറ്റി, സ്ഥാപനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളും വിശുദ്ധ കുർബാനയാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഈശോയുടെ തിരുശരീരവും രക്തവും ആഹരിക്കുന്നുണ്ട്, പാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളും വിശുദ്ധ കുർബാനയായി മാറണം. നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം മുറിയപ്പെടാൻ, അത് സന്തോഷപൂർവ്വം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. മുൻപുണ്ടായിരുന്ന ഒരു വികാരിയച്ഛൻ വിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിച്ചിരുന്നത് ഇപ്രകാരമാണ്: ഈ ബലി എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്നുള്ളത് ഈ ബലി എൻ്റെ ജീവിതം വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് മാറ്റി ചൊല്ലാറുണ്ട്. ഒരുപാട് അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയായി അത് മാറുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മുറിയപ്പെടണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണത്. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ, പിന്നീട് പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിത ബലി അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മുറിയണമെന്ന് ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാം. പ്രിയപ്പെട്ട ഒരു ദമ്പതിയെ ഫോണിൽ വിളിക്കുകയുണ്ടായി. വീഡിയോ കോളാണ്. സാധാരണ ഞാൻ വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയും. ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. അന്ന് വിളിച്ചപ്പോൾ ഈ ഭർത്താവാണ് ഫോൺ എടുത്തത്. ഭാര്യ കുറച്ച് അകലെ ഇരിപ്പുണ്ട്. അവൾ അടുത്തേക്ക് വരുന്നില്ല, ഒരുമിച്ച് സംസാരിക്കുന്നില്ല. കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പതിവിന് വിപരീതമായതുകൊണ്ട് എനിക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കെ, സാധാരണ അങ്ങനെയാണല്ലോ പതിവ്, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഭാര്യ കഥാപാത്രത്തിന് ചെറിയ വിമുഖത ഉള്ളതുപോലെ തോന്നി. പക്ഷേ ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ചെറിയ ഇഷ്ടക്കേടുണ്ടായിരുന്നിട്ടും അവരൊരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങി. കാര്യം ചോദിച്ചു വന്നപ്പോൾ മനസ്സിലായി അവർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള ചില ഇഷ്ടക്കേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഉള്ളിൽ വെച്ചതുകൊണ്ടുള്ള ചെറിയ പിണക്കമാണ്. അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായെങ്കിലും അവരുടെ ഉള്ളിൽ അവരെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അവരെ അകറ്റി നിർത്തുന്ന, ഇഷ്ടപ്പെടാത്ത ചില കൊച്ചു കൊച്ചു കാരണങ്ങൾ കൂടി അവരുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും അവർ തുറന്നു പറയുന്നു പോലുമില്ല. കാരണം രണ്ടു കൂട്ടർക്കും മറ്റേയാളെ വിഷമിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ല. ആ സഹനം, ആ ത്യാഗം, ചില ഇഷ്ടക്കേടുകൾ, ചില കാര്യങ്ങളിലുള്ള വിയോജിപ്പുകൾ തുറന്നു പറയാത്തത് സ്വാതന്ത്ര്യക്കുറവ് കൊണ്ടല്ല. അവരെന്നെ ജീവിത പങ്കാളിയെ ഒരു കാരണവശാലും സങ്കടപ്പെടുത്തരുത് എന്നുള്ള അവരുടെ നിശ്ചയം കൊണ്ടാണ്. അത് വളരെ മനോഹരമായിട്ട് തോന്നി. കാരണം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ചില താല്പര്യങ്ങളുടെ പേരിൽ ഒരു കാരണവശാലും വിഷമിക്കരുത്, ദുഃഖിക്കരുതെന്നുള്ള അവരുടെ നല്ല മനസ്സ് അവരെൻ്റെ കുറവുകളെ പോലും തുറന്നു പറയാൻ പോലും അനുവദിക്കാത്തത്ര ഉള്ളിലൊതുക്കി ചില ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവയെ മറുതലിക്കാതെ സ്വയം ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾ എന്തു മനോഹരമാണ്. ഇത് തന്നെയല്ലേ ജീവിത ബലി എന്ന് പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അത് അകലങ്ങളിലായാലും അടുത്തായാലും, ചെറിയ ചെറിയ സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ,
ചില കുറവുകളിൽ കൂടെ നിൽക്കാനുള്ള മനസ്സ്, അത് കാണിക്കുമ്പോഴല്ലേ ജീവിതം കൂടുതൽ മനോഹരമായി തീരുന്നത്, നമ്മൾ വിശുദ്ധ കുർബാനയായി മാറുന്നത്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം മുറിയപ്പെടണം എന്ന് നമ്മൾ പറയുമ്പോൾ, വിശുദ്ധ കുർബാനയായി നമ്മൾ മാറണമെന്ന് ഇന്നേ ദിനം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകളിലും സഹനങ്ങളിലും ചില പോരായ്മകളിലും കൂടെ നിൽക്കാനും അവർക്ക് വേണ്ടി നമ്മൾ സന്തോഷപൂർവ്വം മുറിയപ്പെടാൻ നിന്നു കൊടുക്കുമ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയായി മാറുകയാണെന്ന് മറക്കാതിരിക്കാം. ഈശോ കാണിച്ചു തന്ന, ജീവിതത്തിലൂടെ തെളിയിച്ചു തന്ന, കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ജീവിത ബലിയാകുന്ന ആ മാതൃക വിശുദ്ധ കുർബാനയായി തീരണമെന്നുള്ള ഓർമ്മപ്പെടുത്ത് ജീവിതത്തിൽ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ പെസഹ തിരുനാൾ വിശുദ്ധ കുർബാനയായി മാറിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പൂർത്തിയാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.